ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ നമുക്ക് കടക്കാം. ഗ്ലോബലി വെനീഷ്വല ടെൻഷനാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഇന്ത്യൻ മാർക്കറ്റിലും ഇത് റിഫ്ലക്റ്റ് ചെയ്തു. നിഫ്റ്റി വോളറ്റിലായിരുന്നു. ഇന്ത്യ വിക്സ് 7% സ്പൈക്ക് ചെയ്തു. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ വില ഉയർന്നു. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കണ്ടുവരാം. നിഫ്റ്റി അതീവ വോളറ്റിലായിട്ട് ഇന്ന് ട്രേഡിംഗ് തുടർന്നു. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 26,775 ലോ ക്രിയേറ്റ് ചെയ്തു. സഡൻ റൈസ് 26,375 ഓൾ ടൈം ഹൈയിൽ നിന്ന് ഷാർപ്പ് ഫോള് ഏകദേശം 162 പോയിൻറ്റിൻ്റെ ഫോൾ രേഖപ്പെടുത്തി. അവസാനം ഒരു 72 പോയിൻറ്റിൻ്റെ ഒരു ഫോളിലാണ് മാർക്കറ്റ് ഉള്ളത്. നിഫ്റ്റിയിൽ നെസ്ലെ, ഭാരത് ഇലക്ട്രോണിക്സ്, ഐഷർ മോട്ടോഴ്സ്, അൾട്രാടെക് സിമെൻറ്റ്, ഏഷ്യൻ പെയിൻ്റ് എല്ലാം തുടങ്ങിയ സ്റ്റോക്കുകൾ 2.7 മുതൽ 1.5 വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ HDFC ബാങ്ക്, IT കമ്പനിയായിട്ടുള്ള HCL ടെക്, ഇൻഫോസിസ്, വിപ്രോ കൂടാതെ തന്നെ ONGC ഫോൾ രേഖപ്പെടുത്തി. IT കമ്പനീസിന് ഫർദറായിട്ടുള്ളൊരു ഉപരോധം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അങ്ങനെയുള്ളൊരു ന്യൂസും നമ്മൾ കേൾക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിൽ കണ്ടു, HDFC ബാങ്ക് വലിയൊരു സെൽ ഓഫ് കണ്ടു. എന്നാൽ ഈ പല ബാങ്കുകളും അവരുടെ ബിസിനസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ടിന് മുമ്പ് തന്നെ എല്ലാ കമ്പനികളും അവരുടെ ബിസിനസ് റിപ്പോർട്ട് പുറത്തുവിടും. അതിൻ്റെ പ്രകാരം CSB ബാങ്ക് രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്താണ് മികച്ച ഒരു ബിസിനസ് റിപ്പോർട്ട് കൊണ്ടുവന്നു. 13% ഒരു റാലി കണ്ടു. അതുപോലെ സെല്ലിംഗ് പ്രഷർ കണ്ട സ്റ്റോക്കുകൾ IT സ്റ്റോക്കുകളാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫർദർ താരിഫ് ഫിയറുകൾ ഉണ്ട്. ONGCക്ക് വെനിസ്വേലയിലെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ONGC സ്വദേശ് എന്ന പേരിൽ ONGCയുടെ സബ്സിഡറി കമ്പനി, ONGC സ്വദേശല്ല, ONGC വിദേശ്, ഓക്കെ, അങ്ങനെ ഒരു കമ്പനി വെനിസ്വേലയിൽ വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധ കാര്യങ്ങളൊക്കെ വന്നത് കൂടാതെ ഈ നമ്മളുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് ഇവിടെ ഉയർന്നത് കൊണ്ട് ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകൾ അതിൻ്റെ നേട്ടം കണ്ടു. കൂടാതെ തന്നെ ഐഷർ മോട്ടോഴ്സ്, മാരുതി ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ ആ ഒരു മൊമെൻറ്റം നിലനിർത്തി സെയിൽസ് റിപ്പോർട്ട് കണ്ടിരുന്നു. ഈ എല്ലാ മാസത്തിലെയും ആദ്യത്തെ ദിവസങ്ങളിൽ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് കൊണ്ടുവരും. ഒല അവരുടെ ഫർദർ നേട്ടം തുടരുകയാണ്. വലിയൊരു ഇടിവിന് ശേഷം ഒലക്ക് ഇപ്പോഴൊക്കെയാണ് ഒരു ജീവൻ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വെനിസ്വേലയുടെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ നിലവിലെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ വെനിസ്വേലയുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ ഓയിൽ റിസർവ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യം എന്ന് പറയുന്നത് വെനിസ്വേലയാണ്. ഏകദേശം 303 ബില്യൺ ബാരലാണ് വെനിസ്വേലയുടെ ഓയിൽ റിസർവ് എന്ന് പറയുന്നത്. പക്ഷേ ഓയിൽ പ്രൊഡക്ഷൻ എത്രയാണ്? ഏകദേശം 1%-ൽ താഴെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാറ് വന്നു. അതിനുശേഷം മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ കണ്ടു. അപ്പോൾ ആ ടെൻഷനെല്ലാം ഇതിന് ശേഷം ഈ ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് നമുക്കറിയില്ല. എങ്കിലും ഈ ഒരു ടെൻഷൻ അത് വളരെയധികം ഈ അറ്റ്ലീസ്റ്റ് ഈ ക്രൂഡ് കമ്പനീസിനെല്ലാം തന്നെ വളരെയധികം ഇമ്പാക്റ്റ് ചെലുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഗ്ലോബലി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കത് വിസിബിളുമാണ്. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് $79 ഉയർന്ന് $4,410 ഇപ്പോൾ ഗോൾഡിൻ്റെ സ്പോട്ടുള്ളത്. സിൽവറും ഏകദേശം $3 ഉയർന്ന് 5%. ബിറ്റ്കോയിൻ കാണാം 1.8% ഉയർന്ന് 92,000. ബ്രന്റ് ഓയിൽ കാണാം $61. പിന്നീട് ഏറ്റവും അതിന് ശേഷമുള്ളത് ഏഷ്യൻ കമ്പനീസൊക്കെ തന്നെയാണ്, ഏഷ്യൻ മാർക്കറ്റൊക്കെ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റെല്ലാം തന്നെ ശക്തമായ റാലി രേഖപ്പെടുത്തി. 1,400 പോയിൻ്റ് റാലി രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റാണ് ഏറ്റവും താഴെയുള്ളത്. അതിൽ ഡാക്സ്, ജർമ്മൻ മാർക്കറ്റെല്ലാം തന്നെ 1% അടുത്ത് റാലി രേഖപ്പെടുന്നുണ്ട്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റെല്ലാം തന്നെ ആ ഒരു കമ്മോഡിറ്റി മാർക്കറ്റ്, എസ്പെഷ്യലി കമ്മോഡിറ്റി മാർക്കറ്റെല്ലാം തന്നെ വളരെയധികം വോളറ്റിലാണ്. എസ്പെഷ്യലി ക്രൂഡും സിൽവറും സ്പൈക്ക് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. ഇനി നമുക്ക് കോഷ്യസ് ആയിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. കാരണം ഇന്ന് വിക്സ് സ്പൈക്ക് ആയതിപ്പോൾ കുറച്ചൊക്കെ പ്രീമിയം കൂടി കയറിയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ് ഉള്ളത്. താഴേക്ക് ഉള്ള മുകളിലേക്ക് നമ്മൾ പറയാറുണ്ട് എപ്പോഴും 30,000 വരെ പോകാനുള്ള പൊട്ടൻഷ്യൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട്. JP മോർഗൻ സ്റ്റാൻലി തുടങ്ങിയ പല റേറ്റിംഗ് കമ്പനീസും ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസും എല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ 2026 ഡിസംബറോട് കൂടിയിട്ട് 30,000 ഒക്കെ ടാർഗറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ആണ് ഈ ഒരു നിഫ്റ്റിക്കുള്ള നേട്ടം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതുപോലെയുള്ള യുദ്ധങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ വലിയ തോതിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ഇത് നമുക്ക് സാധ്യമാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആവുക. കാരണം നിഫ്റ്റി ഇത്ര അധികം ഉയർന്ന നിലയിലായിരുന്നിട്ട് പോലും പല ആളുകളും പറയുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചില ആളുകൾക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ്,
ചില ആളുകൾക്ക് നേരിയ തോതിലുള്ള നേട്ടം മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ളൂ. ഏത് സാഹചര്യത്തിലാണ് നിഫ്റ്റി ഓൾ ടൈം ഹൈ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അവരുടെ പോർട്ട്ഫോളിയോ റെഡിലാണെങ്കിൽ, കറണ്ട് ലെവലിൽ നിന്ന് നിഫ്റ്റി ഒരു 5% ക്രാഷ് ആകുകയാണെങ്കിൽ അവരുടെ നിക്ഷേപം എന്ന് പറയുന്നത് തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും നാളും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡെപ്റ്റ് ഫണ്ടുകളും അതുപോലെയുള്ള ഗോൾഡുകളും എല്ലാം തന്നെ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. പൈസയുടെ റെക്കമെൻഡേഷൻ അല്ല. L&T ഫിനാൻസ് ലോൺ ഡിസ്ട്രിബ്യൂഷൻ 49% ഉയർന്നു. കൊഡാക് ബാങ്ക് നെറ്റ് അഡ്വാൻസ് 16% ഉയർന്നു. ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഡെപ്പോസിറ്റ് 7% ഉയർന്നു. റിലയൻസ് ഇവരുടെ AGRൻ്റെ പുതിയ റിപ്പോർട്ട് വന്നു. മൊബൈൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 1.39 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിച്ചു. DRS സിസ്റ്റം കമ്പനി 1 മില്യൺ പുതിയതായിട്ട് ഇവിടെ സബ്സിഡിയറി കമ്പനി മിഡിൽ ഈസ്റ്റിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് നിക്ഷേപിക്കുന്നു. യെസ് ബാങ്ക് ഇവരുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇവർ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആണ് എന്ന് CEO അഭിപ്രായപ്പെട്ടു. ഡയമണ്ട് പവർ ഇൻഫ്ര കമ്പനി ഇവർക്കൊരു ഓർഡർ കിട്ടി. L&Tയുടെ ഭാഗത്തു നിന്ന് 72 കോടി രൂപയുടെ ഓർഡർ. ധനലക്ഷ്മി ബാങ്ക് കമ്പനി ഇവിടെ ടോട്ടൽ ബിസിനസ് 20% ഉയർന്നു. അപ്പോളോ സിന്ദൂര ഹോട്ടൽ കമ്പനി ഇവർക്ക് ഓർഡർ കിട്ടി 64 കോടി രൂപയുടെ ഓർഡർ. പൂൻവാല കമ്പനി ഇവിടെയും ഇയർലി AUM 77% ഉയർന്നു. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് കമ്പനിക്ക് ഓർഡർ കിട്ടിയത് കുറച്ച് കോടിയില്ലേ ഉള്ളത്, അപ്പോൾ അതിനേക്കാളും വലിയ ഓർഡർ കിട്ടിയ കമ്പനികൾ ഇവിടെ ഉണ്ടല്ലോ എന്ന്. കമ്പനീനെ സംബന്ധിച്ച് അവരുടെ വലിപ്പം അനുസരിച്ചാണ് അവരുടെ ഓർഡറിനുള്ള വലിപ്പവും. ചെറിയ കമ്പനീനെ സംബന്ധിച്ച് ചെറിയ ഓർഡർ കിട്ടുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ഓർഡർ തന്നെയാണ് അല്ലേ. ഇപ്പോൾ അപ്പോളോ സിന്ദൂരി ഹോട്ടൽ പുതിയൊരു ഓർഡർ കിട്ടി 64 കോടി രൂപയുടെ ഓർഡറാണ്. അപ്പോൾ സ്റ്റോക്ക് ഇന്ന് സ്പൈക്ക് ചെയ്ത് ഏകദേശം 9%. അപ്പോൾ കമ്പനികളുടെ ഓർഡർ അവരുടെ കോടികളുടെ ആ ഒരു വലിപ്പത്തിലല്ല, മറിച്ച് കമ്പനിയുടെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ച് കമ്പനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇതിൽ ഉള്ള ആ കപ്പാസിറ്റി ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഓർഡർ അവർക്ക് കിട്ടുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് വലിയ ഓർഡർ തന്നെയാണ്. അപ്പോൾ എനിവേ ചാനൽ എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഉപകാരമുള്ള രീതിയിൽ നമ്മൾ രാവിലെയും വൈകിട്ടും പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.